1991 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോലീബി സഖ്യത്തിലൂടെ പ്രശസ്തമായ ബേപ്പൂർ മണ്ഡലം വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. PV അൻവർ, PA മുഹമ്മദ് റിയാസ് മത്സരത്തിന് കളമൊരുങ്ങുന്നതോടെ ബേപ്പൂർ സംസ്ഥാനത്തെ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് ഇടം പിടിക്കുന്നു. അതേസമയം മണ്ഡലത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഇറക്കി മത്സരം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് BJP ഉള്ളത്. 1980 മുതൽ ഇടതുപക്ഷത്തെ പിന്തുണച്ച മണ്ഡലമാണ് ബേപ്പൂർ നിയമസഭാ മണ്ഡലം. 1991 ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനായി കോൺഗ്രസ്, ലീഗ്, BJP കൂട്ടുകെട്ടിൽ കോലീബി സഖ്യമെന്ന രാഷ്ട്രീയ പരീക്ഷണം നടന്നത്. ആ പരീക്ഷണ വേദി കൂടെയായിരുന്നു ബേപ്പൂർ. PV അൻവർ മുഹമ്മദ് റിയാസിനെതിരെ സ്ഥാനാർത്ഥിയായി ബേപ്പൂരിൽ എത്തിയതോടെ മറ്റൊരു രാഷ്ട്രീയ പരീക്ഷണത്തിന്, രാഷ്ട്രീയ പോരാട്ടത്തിന് കൂടെയാണ് ബേപ്പൂർ സാക്ഷിയാകാൻ പോകുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസ് കോൺഗ്രസിലെ ആദം മുൽസിക്കെതിരെ 28,747 വോട്ടുകൾക്കാണ് വിജയിച്ചത്. 2011 തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി എളമരം കരീമാണ് ഇവിടെ നിന്നും വിജയിച്ചത്. അതേസമയം UDF അന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എന്നാൽ 2016 VKC മുഹമ്മദ് കോയ മികച്ച വിജയം കാഴ്ചവെച്ചു. ബേപ്പൂർ മണ്ഡലം LDFന്റെ ഉറച്ച കോട്ടയാണെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ലീഡ് നോക്കുമ്പോൾ LDFന് ഇത്തവണ 2000 താഴെ മാത്രമേ ലീഡുള്ളൂ. ഇതിനെ മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിൽ PV അൻവർ 1.5 മാസത്തിലധികമായി മണ്ഡലത്തിൽ സജീവമായുണ്ട്. കൊട്ടിഘോഷിക്കപ്പെട്ട തരത്തിലുള്ള ഒരു വികസനവും ഈ നാട്ടിൽ ഒന്നും നടന്നിട്ടില്ല. ഇവിടെ ആകെ നടന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഫിഷർമാൻ്റെ ഒരു നിരവധിയായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലേക്കൊന്നും കണ്ണോടിച്ചിട്ട് പോലുമില്ല. കുടിവെള്ള പ്രശ്നം പോലും പരിഹരിക്കപ്പെട്ടില്ല. ഒരു ജപ്പാൻ കുടിവെള്ള പദ്ധതിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പോവുകയാണ്. അതിലെന്തെങ്കിലും ചെറിയൊരു ബ്രേക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് 2 ദിവസം, 3 ദിവസം, 4 ദിവസം വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട്. ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. ഒരു സർക്കാർ കോളേജില്ല, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ഒരു ഇതിനാവശ്യമായൊരു പാരലൽ എഡ്യൂക്കേഷണൽ സിസ്റ്റങ്ങളില്ല, പോളിടെക്നിക്കില്ല. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഫിഷറീസാണ്, പിന്നെ മറൈനാണ്. 1400കളിൽ ബേപ്പൂർ പോർട്ട് സജീവമാണ്. ഇതിലൊന്നും ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. എന്നാലോ 100 കണക്കിന് ഏക്കർ ഭൂമി സർക്കാർ എക്വയർ ചെയ്തിട്ടത് കിൻഫ്രയുടെ കയ്യിലായിട്ട്, മറ്റു ഫിഷറീസിൻ്റെ കയ്യിലായിട്ട് ഈ മണ്ഡലത്തിലുണ്ട്. എല്ലാം അൺയൂട്ടിലൈസ്ഡായി കിടക്കുകയാണ്. ബേപ്പൂരിൽ വർഷങ്ങളായി ജയിച്ചിട്ടും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ലെന്നാണ് UDFന്റെ പ്രചരണായുധം. ചാലിയം, ജങ്കാർ, ബേപ്പൂർ പോർട്ട് തുടങ്ങി ജനങ്ങൾ ഉന്നയിക്കുന്ന വികസന പ്രതിസന്ധികളിലൂന്നിയാണ് PV അൻവർ പ്രചരണം നടത്തുന്നത്. എന്നാൽ മന്ത്രി എന്ന നിലയിൽ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്, ഫറോക്ക് പാലം ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികളാണ് LDF മുന്നോട്ട് വെക്കുന്നത്. മലബാർ ടൂറിസത്തിൻ്റെ കുതിപ്പ് കേരളത്തിന് വലിയ നിലയിൽ, കേരള ടൂറിസത്തിന് വലിയ കരുത്ത് നൽകുന്നതാണ്. ആ വിദേശ സഞ്ചാരികളുടെ എണ്ണം പൊതുവെ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നല്ല നിലയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. സംസ്ഥാനത്തെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഇറക്കി മത്സരം കടുപ്പിക്കാനൊരുങ്ങുകയാണ് BJP. ബേപ്പൂർ വളരെ ഗൗരവത്തോടു കൂടിയാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കേരളത്തിലെ പ്രഥമ പരിഗണന നൽകുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിട്ടാണ് ബേപ്പൂരിനെയും പരിഗണിച്ചിട്ടുള്ളത്. BJPയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല ഈ തവണ ഞങ്ങൾ ഇലക്ഷനിൽ മത്സരിപ്പിക്കുന്നത്. ഇപ്രാവശ്യം BJP ബേപ്പൂർ മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും BJP ഈ പ്രാവശ്യം മത്സരിക്കുന്നത് ജയിക്കാനാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പിന്നെ എന്താ പറയുക, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ മുദ്രാവാക്യം യാഥാർത്ഥ്യമാവും എന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വികസനത്തിൻ്റെ കാര്യത്തിൽ ബേപ്പൂർ വളരെ പുറകിലാണ്. സാധ്യതകളേറെയാണ്. ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളേറെയാണ്. പക്ഷേ ആ സാധ്യതകളൊന്നും തന്നെ പ്രയോജനപ്പെടുത്താൻ പിന്നീട് കാലയളവിൽ ഈ മണ്ഡലത്തിലെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള മന്ത്രി കൂടിയായിട്ടുള്ള ജനപ്രതിനിധിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാന തലത്തിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന വികസനം എന്ന ആശയം തന്നെയാണ് ബേപ്പൂർ നിയോജക മണ്ഡലത്തിലും ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത്. 1991 ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തെ കോലീബി സഖ്യം കുപ്രസിദ്ധമാണ്. അന്ന് ബേപ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ K മാധവൻകുട്ടിയെ 6000-ലധികം വോട്ടുകൾക്കാണ് TK ഹംസ പരാജയപ്പെടുത്തിയത്. അതായത് ബേപ്പൂർ കടവിൻ്റെ കാറ്റ് എങ്ങനെയൊക്കെ ദിശ മാറ്റാൻ ശ്രമിച്ചാലും ആടിയുലയാത്ത കപ്പലായി ഉറച്ചുനിന്ന് ഇടതുപക്ഷം കരുത്തുകാട്ടുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് LDF.
എന്നാൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയാണ് 2016 PV അൻവർ ആദ്യമായി നിയമസഭയിലെത്തിയത്. അതുകൊണ്ട് ഇളകാത്ത കോട്ടകളില്ലെന്നാണ് അൻവറിന്റെ പക്ഷം. മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ആവർത്തിക്കുമോ എന്ന ഭയം LDF-നുണ്ട്. എന്നാൽ അടിയുറച്ച പരമ്പരാഗത വോട്ടുകളുടെയും നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെയും കരുത്തിൽ ബേപ്പൂരിൽ നങ്കൂരമുറപ്പിക്കാനാകുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇടതുപക്ഷം. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.